നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം പൊന്മുടിയിൽ പ്രിയദർശിനി KSRTC ബസ് അപകടത്തിൽപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറിയത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു, ആ ബസ് നിൽക്കുന്ന സാഹചര്യമൊക്കെ കണ്ടു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. പൊന്മുടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടം സംഭവിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ്സിനെ 6ാം വളവിലെ കോൺക്രീറ്റ് ഭിത്തിയിലിടിച്ച് ഡ്രൈവർ നിർത്തുകയായിരുന്നു. വളവിലെ കുഴിയിലേക്ക് മറിയുമായിരുന്ന ബസ്സാണ് ഡ്രൈവർ ഭിത്തിയിലിടിപ്പിച്ച് നിർത്തിയത്. ഡ്രൈവറുടെ മനസാന്നിധ്യം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. കഴിഞ്ഞ ദിവസം അപകട സമയത്ത് KSRTC ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് അളവിൽ കൂടുതൽ, അതായത് കയറാവുന്നതിൽ കൂടുതൽ യാത്രക്കാർ ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പൊന്മുടിയുടെ ആ ഒരു വളവും തിരിവുമൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ ബസ് വലിയൊരു കൂട്ടത്തോടെ ആളുകൾ കയറുമ്പോൾ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക് ആദ്യത്തെ സർവീസ് നടത്തിയ പ്രിയദർശിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഉൾക്കൊള്ളാവുന്നതിലധികം യാത്രക്കാരുമായി പൊന്മുടിയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു KSRTC ബസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ടതും ഡ്രൈവർ സാഹസികമായി റോഡരികിലെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചു നിർത്തിയത് കൊണ്ട് വലിയ ദുരന്തം ഒഴിവായതും. 35 സീറ്റുള്ള KSRTC പ്രിയദർശിനി ബസ്സായിരുന്നു. ബസ്സിൽ ഉണ്ടായിരുന്നത് 80 യാത്രക്കാർ. പൊന്മുടി 6ാം വളവിലാണ് അപകടമുണ്ടായത്. വൈകിട്ട് 4:30 പുറപ്പെട്ട ബസ്സിൽ മടക്ക യാത്രയ്ക്ക് ബസ്സുകൾ കുറവായതിനാൽ 80 യാത്രക്കാർ തിക്കി നിനങ്ങി കയറുകയായിരുന്നു. 6ാം വളവിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ബ്രേക്ക് നഷ്ടമായി എന്നാണ് ഡ്രൈവർ ബിജു പറയുന്നത്. നിയന്ത്രണം വിട്ട ബസ്സിനെ റോഡ് വക്കിൽ കിടന്ന തടിക്കഷ്ണങ്ങളിടയിലൂടെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചു നിർത്തി. ബസ് നിർത്തിയ ഉടൻ തന്നെ ഡ്രൈവറും കണ്ടക്ടർ C രാജനും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കി. പിന്നാലെ വന്ന ബസ്സുകളിൽ കയറ്റി വിടുകയും ചെയ്തു. യാത്രക്കാരുടെ തിരക്ക് കാരണം ഇന്നലെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് പുതുതായി പൊന്മുടിയിലേക്ക് അയച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാത്രമല്ല, ഈ അപകടം സംഭവിച്ചത് സ്ഥിരമായി ആന ഇറങ്ങുന്ന സ്ഥലത്തു കൂടിയാണ്. പൊന്മുടിയിൽ സ്ഥിരം ആന ഇറങ്ങുന്ന 6ാം വളവ് വലിയ അപകടം നിറഞ്ഞൊരു വളവാണ്. 5 മണിയോടെയാണ് അപകടം നടന്നെങ്കിൽ രാത്രി 7 മണി വരെ പകര സൗകര്യം ഒരുക്കാൻ KSRTC തയ്യാറായില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിക്കുകയുണ്ടായി. പകൽ സമയത്ത് പോലും കാട്ടാനയുടെ സാന്നിധ്യമുള്ള ഇടത്താണ് രാത്രി 7 മണി വരെ ജനങ്ങൾ നിൽക്കേണ്ടി വന്നതെന്ന ആരോപണം കൂടി ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ബസ്സുകളെത്തി ആളുകളെ മാറ്റിയത്. എന്നാൽ രാത്രി 8:30 കഴിഞ്ഞിട്ടും ആനത്താരയുള്ള സ്ഥലത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയ ബസ്സിലെ ഡ്രൈവർ ബിജുവിനും കണ്ടക്ടർ രാജനും പോകാനായില്ല. ബസ് നന്നാക്കാൻ മെക്കാനിക്ക് രാത്രിയോടെ എത്തിയെങ്കിലും ടയർ പ്രശ്നമായതിനാൽ ബസ് എടുക്കാനും സാധിച്ചില്ല. എന്തായാലും ഒരു അപകടം വരുമ്പോൾ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഇത്രയും കാലം സംവിധാനങ്ങളൊക്കെ വികസിച്ചിട്ടും ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ വേഗത്തിൽ നടപ്പിലാക്കാനാകുന്നില്ല എന്നത് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വൈകിട്ട് 5 മണിയോടെ അപകടം ഉണ്ടായിട്ട് 7 മണി വരെ ഏതാണ്ട് 2 ഇപ്പോൾ ബസ് അവിടേക്ക് വരാൻ തന്നെ എത്ര സമയമെടുക്കുമെന്നതിന് കാര്യത്തിലൊരു സംശയമുണ്ടെങ്കിൽ പോലും വളരെ വേഗത്തിൽ അവരെ മാറ്റാനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കാമായിരുന്നു. അതിന്മേൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയുണ്ടായി. എന്തായാലും വലിയൊരു ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറിപ്പോയി എന്നാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതേസമയം നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കണ്ണൂർ കൂടാളി കുമ്പംകവലയിൽ 5 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ നോവായി മാറുകയാണ് അവർ അവസാനമായി എടുത്ത സെൽഫി. അത് പുറത്തു വന്നിരിക്കുകയാണ്. ഉറ്റവരൊക്കെ ആ സെൽഫി നോക്കി വിങ്ങിപ്പൊട്ടുകയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു നോവായി മാറുകയാണ് ഈ 5 പേരും ചേർന്ന് വാഹനത്തിനുള്ളിൽ നിന്നെടുത്ത സെൽഫി. പുറപ്പെടുന്നതിന് മുമ്പ് 5 പേരും ചേർന്ന് സെൽഫി എടുത്ത് അഴീക്കോട്ടെ ഷാനിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തിരുന്നു. വിവാഹം അടിച്ചു പൊളിക്കുന്നതിനായി ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു ആ ചിത്രം അയച്ചുകൊണ്ട് ഇവർ പറഞ്ഞത്. അവസാന ചിത്രമായി മാറി നോവായി മാറിയിരിക്കുകയാണ്. ആ ചിത്രം കാണുന്നവർക്കൊക്കെ അതൊരു വലിയ വിങ്ങലായി മാറുകയാണ്. യാത്ര തിരിക്കുന്നതിന് മുമ്പാണ് കാറിനുള്ളിൽ വെച്ച് സെൽഫി എടുത്തത്. ഉത്തർപ്രദേശ് സ്വദേശി പരം ഛേത്രിയുടേതാണ് ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാറ്. ഇന്ന് നടക്കുന്ന വിവാഹ പരിപാടിയിൽ അണിയുന്നതിനുള്ള വസ്ത്രങ്ങളും ബംഗളൂരിൽ നിന്ന് സംഘം വാങ്ങി വിവാഹ വസ്ത്രങ്ങളുമായിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. കാറിൽ കരുതി ഈ കാറിൽ തന്നെ ആ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. ഷാനിന്റെ വീട്ടിലേക്ക് എത്താൻ 20 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് അപകടം ഉണ്ടായത്. ഇവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന ബന്ധുക്കളെ തേടി എത്തിയത് ഇവരുടെ മരണ വാർത്ത വളരെ വേദനാജനകമായ സന്ദർഭമാണ്. അതേസമയം
യുവ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കുംഭം ജംഗ്ഷനിൽ മരത്തിലിടിച്ച് തകരുമ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടാണ് തൊട്ടടുത്ത കടയുടെ 2ാം നിലയിലിരുന്ന് ടിവിയിൽ ഫുട്ബോൾ ലോകകപ്പ് കാണാൻ കാത്തിരുന്ന യുവാക്കൾ ഓടിയെത്തിയത്. തൊട്ടടുത്ത വീട്ടിലുള്ളവരും ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുകയുണ്ടായി. ഇവരാണ് പോലീസിനെ അഗ്നിരക്ഷാ സേനയും വിവരം അറിയിച്ചത്. ശബ്ദം കേട്ടാണ് ഓടിയെത്തിയതെന്നും കാർ മരത്തിൽ ഇടിച്ച് പുകയുന്നതാണ് കണ്ടതെന്നും വീട്ടിൽ നിന്ന് ഹോസ് വഴി വെള്ളം എടുത്താണ് പുക അണച്ചതെന്നും നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ചിതറിയ വാഹനത്തിന്റെ ഭാഗങ്ങൾ സമീപത്തെ വീട്ടുപറമ്പിലേക്ക് തെറിച്ചു വീണു. മരത്തിലിടിച്ച് കാർ തകർന്ന് റോഡിലേക്ക് വീണു. പിൻസീറ്റിലുള്ളവരെയാണ് ആദ്യം പുറത്തെത്തിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി കാർ റോഡരികിലേക്ക് മാറ്റി. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മറ്റുള്ളവരെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് എതിരെ വന്ന ഒരു കാറാണ് ഈ അപകടത്തിലേക്ക് കാരണമായതെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ അപകടത്തിലേക്ക് നയിച്ചത് മറ്റൊരു കാറാണ് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് റോഡിൽ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ആ റിപ്പോർട്ട് കൂടി വിശദമായി നമുക്ക് നോക്കാം. സംഭവത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് മറ്റൊരു കാർ എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. എതിരെ വന്ന കാറ് ലൈറ്റ് ഡിപ്പ് ചെയ്തില്ല. ഇതോടെ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ കാർ ഓടിച്ചിരുന്ന പരം ഛേത്രിയുടെ കാഴ്ച മങ്ങി. അപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപകടമുണ്ടാക്കിയ കാർ കടന്നു കളഞ്ഞു. ആ കാറിനായുള്ള തിരച്ചിൽ നടക്കുകയാണ്. എതിരെ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറിയ കാറിന്റെ ലൈറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിരുന്നുവെങ്കിൽ റോഡിൽ ഇവരുടെ ജീവൻ പൊലിയില്ലായിരുന്നു എന്ന വേദന മാത്രം ബാക്കിയാവുകയാണ്. വെള്ളിയാഴ്ച രാത്രി 11:30യോടെയാണ് കുംഭം കവലയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് കണ്ണൂർ അഴീക്കോട് സ്വദേശി ഷാൻ സിറാജ് 22 വയസ്സ്, കാഞ്ഞങ്ങാട് സ്വദേശി മുഹമ്മദ് റിസ്വാൻ 22 വയസ്സ്, തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപ് 21 വയസ്സ്, യുപിയിൽ നിന്നുള്ള പരം ഛേത്രി 22 വയസ്സ്, ഹൈദരാബാദ് സ്വദേശി സാദുരി ഹർഷവർദ്ധൻ എന്നിവർ മരിച്ചത്. ചില മാസങ്ങൾക്ക് മുൻപ് ബംഗളൂരു യലഹങ്ക VSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരായിരുന്നു ഈ 5 പേരും. ഷാനിന്റെ പിതൃ സഹോദരന്റെ മകളുടെ വിവാഹത്തിനായി വെള്ളിയാഴ്ച ഉച്ചയോടെ ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഈ 5 പേർ. ആഘോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചവരാണ് വീട്ടിലെത്താൻ അരമണിക്കൂർ ബാക്കി നിൽക്കെ അപകടത്തിൽ മരിച്ചത്. എന്തായാലും ഇവരുടെ അപകട മരണത്തെ തുടർന്ന് ഇന്നലെ നടക്കാനിരുന്ന വിവാഹം മാറ്റിവെക്കുകയുണ്ടായി. ബംഗളൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഈയിടെ ജോലി നേടിയ ഷാൻ അഴീക്കോട് കോളനി ഗേറ്റ് ചക്കരപ്പാറ റോഡിൽ മന്നത്ത് വീട്ടിൽ KP സിറാജിന്റെയും മാളിയേക്കൽ ഷംനയുടെയും മകനാണ്. എന്തായാലും അന്വേഷണ സംഘം നിർണായകമായ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. എതിരെ വന്ന വാഹനം ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരുന്നതാണ് കാഴ്ച മങ്ങി വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത്. 5 ജീവനുകളാണ് പൊലിഞ്ഞത്. എന്തായാലും മോട്ടോർ വാഹന നിയമപ്രകാരം എതിരെ വാഹനം വരുമ്പോൾ ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം 21 അനുസരിച്ചുള്ള കുറ്റമാണ്. ഡ്രൈവറുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാവുന്ന കുറ്റകൃത്യമാണത്. പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട്. അപകടമുണ്ടെങ്കിൽ നിയമ നടപടികളിൽ ശിക്ഷയെ നേരിടേണ്ടി വരും. അതുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നവർ ഈ ചെറിയ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും പലപ്പോഴും പലരുടെയും ജീവൻ എടുക്കുന്നത് എന്നത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. അനാവശ്യമായ ഓവർടേക്കിംഗ് മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റമാണ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, പിഴയും ഈടാക്കും. ഇതും അപകടത്തിലേക്ക് നയിച്ചാൽ അത് പ്രകാരമുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. എന്തായാലും ഒരു കാറാണ് 5 പേരുള്ള ഒരു കാറുകാരനാണ് 5 പേരുടെ ജീവൻ എടുത്തതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ആ കാറ് കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തും, ഭക്ഷണം തയ്യാറാക്കി വയ്ക്കണമെന്ന് ഉപ്പയോട് വിളിച്ചു പറഞ്ഞാണ് മുഹമ്മദ് റിസ്വാൻ അവസാനമായി ഫോൺ വെച്ചത്. രാത്രി 11-നാണ് പിതാവ് B ബഷീറിനെ വിളിച്ച് റിസ്വാൻ കൂട്ടുകാരോടൊപ്പം നാട്ടിലേക്ക് വരുന്നുവെന്ന വിവരം അറിയിച്ചത്.